4 മണിക്കൂറിനുള്ളിൽ ലോകത്ത് എവിടെ നിന്ന് എവിടേക്കും എത്താൻ ഒരു വിമാനം. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ ബൂം സൂപ്പർസോണിക് എന്ന വിമാനമാണിത്. ശബ്ദവേഗത്തെ മറികടന്ന ഈ വിമാനം ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലെത്താൻ 2 മണിക്കൂർ മതി. നിലവിൽ യാത്രാ വിമാനത്തിന് 8 മണിക്കൂർ വേണം. കാലിഫോർണിയയിൽ നടന്ന പരീക്ഷണ പറക്കലിൽ റൺവേയിൽ നിന്ന് പൊങ്ങി 12-ാം മിനിറ്റിൽ 35,000 അടി ഉയരത്തിലെത്തിയ വിമാനം മണിക്കൂറിൽ 1207 കിലോമീറ്റർ വേഗം കൈവരിച്ചു. അമേരിക്കയിൽ 2014 ആരംഭിച്ച ബൂം എന്ന കമ്പനി കഴിഞ്ഞ മാർച്ച് മുതൽ സൂപ്പർ സോണിക് വിമാന പരീക്ഷണം നടത്തി വരികയായിരുന്നു. ജനുവരി 28-ന് 12-ാം പരീക്ഷണ പറക്കലിലാണ് ശബ്ദവേഗത്തെ മറികടക്കാനായത്. ഈ പതിറ്റാണ്ട് തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ യാത്രാ വിമാനം റെഡിയാകും. 60 മുതൽ 80 പേർക്ക് വരെ കയറാവുന്ന വിമാനമാകും ഇത്. കേവലം $100 ടിക്കറ്റിൽ 4 മണിക്കൂർ കൊണ്ട് ലോകത്ത് എവിടെ നിന്നും എവിടേക്കും എത്താം. ബൂം കമ്പനിയുടെ CEO ബ്ലേക്ക് സ്കോൾ അഭിമാനത്തോടെ വാഗ്ദാനം ചെയ്യുകയാണ് ഇപ്പോൾ. പുതുതലമുറ ഏവിയോണിക് സ്യൂട്ടും ഓഗ്മെന്റഡ് റിയാലിറ്റി വിഷനും ഉള്ളതിനാൽ പൈലറ്റിന് റൺവേ നേരിട്ട് കാണാതെ തന്നെ വിമാനത്തെ നിയന്ത്രിക്കാനാകുമെന്നതാണ് ബൂം സൂപ്പർസോണിക് വിമാനത്തിന്റെ പ്രത്യേകത. ഭാരക്കുറവും ഒപ്പം കരുത്തുമുള്ള കാർബൺ ഫൈബർ കമ്പോസിറ്റിലാണ് വിമാനത്തിന്റെ നിർമ്മാണം. ഇതിനകം വിമാനത്തിന് നിർമ്മാണ കരാറുകളും കിട്ടിക്കഴിഞ്ഞു. അമേരിക്കൻ എയർലൈൻസ്, യുണൈറ്റഡ് എയർലൈൻസ്, ജപ്പാൻ എയർലൈൻസ് എന്നിവിടങ്ങളിൽ നിന്നായി 130 വിമാനങ്ങൾ നിർമ്മിക്കാൻ ഓർഡർ കിട്ടിയതായി അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ശബ്ദവേഗം മറികടന്ന സൂപ്പർസോണിക് യാത്രാ വിമാനം ഒരു പുതിയ കണ്ടെത്തലൊന്നുമല്ല. ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് 55 വർഷം മുമ്പ് വികസിപ്പിച്ച കോൺകോർഡ് സൂപ്പർസോണിക് വിമാനത്തിന്റെ കന്നിപ്പറക്കൽ 1970 മാർച്ചിൽ ആയിരുന്നു. തുടർന്ന് 20 വർഷത്തോളം കോൺകോർഡ് സർവീസ് നടത്തിയിരുന്നു. അതിഭീമമായ നിർമ്മാണ ചെലവും താങ്ങാനാവാത്ത ശബ്ദശല്യവും കോൺകോർഡിന് വിനയായി. ശബ്ദവേഗം മറികടക്കുമ്പോൾ കോൺകോർഡ് സൃഷ്ടിക്കുന്ന പ്രകമ്പനം കെട്ടിടങ്ങൾക്ക് വിള്ളൽ വീഴ്ത്തുമെന്ന വ്യാപകമായ പരാതിയെ തുടർന്ന് 2003 സർവീസ് അവസാനിപ്പിച്ചു. ആകെ 20 കോൺകോർഡ് വിമാനങ്ങൾ നിർമ്മിച്ചതിൽ 14 എണ്ണമാണ് യാത്രാ വിമാനമായി സർവീസ് നടത്തിയത്. റിട്ടയർമെന്റിന് ശേഷം ഇവയടക്കം 20 വിമാനവും ലോകത്തെ വിവിധ മ്യൂസിയങ്ങളിൽ കാഴ്ചവസ്തുക്കളാണ്. കോൺകോർഡ് റിട്ടയർ ചെയ്ത് 20 വർഷത്തിനിടെ പുതിയ സൂപ്പർസോണിക് വിമാനം എന്ന വാഗ്ദാനം പല പ്രമുഖ വിമാന കമ്പനികളും ആവർത്തിച്ചെങ്കിലും സഫലമായില്ല. പ്രശസ്തരായ ബോയിങ്ങും എയർബസിനും ഒന്നും കഴിയാത്ത വലിയ കാര്യമാണ് നവാഗതരായ ബൂം കമ്പനി സാധിച്ചത്. പഴയ കോൺകോർഡിന്റെ കോക്പിറ്റിന്റെ മുൻഭാഗത്തെ നീളം കാരണം പൈലറ്റിന്റെ കാഴ്ച മറയുന്നു എന്ന പരാതി വ്യാപകമായിരുന്നു. ഇപ്പോൾ സാങ്കേതികവിദ്യ പുരോഗമിക്കുകയും നേരിട്ട് കാണാതെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ എല്ലാം മുന്നിൽ കാണാവുന്ന സാങ്കേതികവിദ്യ കൈവരിക്കുകയും ചെയ്തതോടെ വിമാനം പറത്തലിലെ വലിയ വെല്ലുവിളികൾ ബൂം കമ്പനി മറികടന്നിരിക്കുകയാണ്. ഏതായാലും 2020കളുടെ 2ാം പകുതിയോടെ ആഗോള വിമാനയാത്രയുടെ രീതി അപ്പാടെ മാറുമെന്നാണ് സൂചനകൾ.